സരിത. നിങ്ങൾ എത്ര നാളെ ഇവിടെ വർക്ക് ചെയ്യുന്നത്? എന്നോട് 2 വർഷം. 2 വർഷം. ഇപ്പം എന്തൊക്കെയാ ചെയ്യുന്നത്? തോർത്ത് ചെയ്യുന്നുണ്ടല്ലേ? ഇവിടെ വന്ന് ഒരു ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചാണ്. അപ്പം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. ഈ ഒരു കഴിവുണ്ട് ഈ സർക്കാരിൽ വന്നാൽ. സർക്കാരിൽ പലതും കൈകൊണ്ട് ചെയ്യുന്ന ഇതാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ ഒരു കഴിവുള്ളത്. പിന്നെ ഒരുപാട് വ്യൂസ് ഉണ്ടല്ലോ, അക്വേറിയം ഷോസും സ്പായും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി ഇവിടെ കുറേ നാളായോ വർക്ക് ചെയ്യുന്നത്? സെയിൽ ഡിപ്പാർട്ട്മെന്റിലല്ലേ? ഇത് റീറ്റെയിൽ അല്ലേ വരുന്നത് അല്ലേ? റീറ്റെയിൽ. ചേച്ചി പിന്നെ എന്തെങ്കിലും ഇന്റർനാഷണൽ എന്തെങ്കിലും അങ്ങനെ വരുന്നുണ്ട്? പിന്നെ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടാവാറുണ്ടോ? ഇന്റർനാഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് വർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ അവിടെ? ക്രാഫ്റ്റ് ഉണ്ടാവാറുണ്ട്. സർഗാലയന്റെ അല്ലേ? ഉണ്ടാവാറുണ്ട്. അത് ഏത് മാസമാണ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അവരെപ്പോ അതിന്റെ ഇത് വരുന്ന ആ സമയത്താണ് ഉണ്ടാവുക. ഇന്നേ സമയം എന്നുള്ളത് ഒരു കാലയളവില്ല. അതെ. ഓക്കെ, താങ്ക് യു. കോട്ടൺ തന്നെ, എല്ലാം കോട്ടൺ. കോട്ടൺ. ഇത് കണ്ടോ ഗൈസ്, ഇതെന്ന് സംഭവം വെച്ചാൽ നമ്മുടെ ഫേസ് മസാജാണ്. നമ്മളിപ്പോൾ കാണുന്നത് മുള കൊണ്ടുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങളാണ്. പലതരം കലാരൂപങ്ങൾ തന്നെ സമ്മേളിക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്കിവിടെ കാണാം. എല്ലാം തന്നെ മുള ഉൽപ്പന്നങ്ങളാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചറിയാം. എങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? 80 മുതലാ? 80 മുതലാ? 50 മുതലല്ലേ? അപ്പോൾ അതുപോലെ ഇവിടുത്തെ പലതരം കൊട്ടകൾ, പിന്നെ പുട്ടുകുറ്റി, നമുക്ക് കിച്ചണിലേക്ക് വേണ്ട പലതരം വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടാൽ ചിലതൊക്കെ നമ്മൾ വിചാരിക്കും പുല്ലുകൊണ്ടാണെന്ന്, പക്ഷേ ഇത് മുള ഉൽപ്പന്നങ്ങളാണ് കേട്ടോ. പലതരം അടുക്കുകളായിട്ട് നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ചെറിയൊരു കൊട്ട ഉണ്ടല്ലേ, അതിന് 100 രൂപയാണ്. ഞാൻ വില ചോദിച്ചു, ചേച്ചി പറഞ്ഞു 100 രൂപയാണെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇത് കണ്ടോ, സ്റ്റിക്കാണ്. പലതരം മുളയുടെ സ്റ്റിക്സാണ് അതൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കപ്പുകൾ, പുട്ടുകുറ്റി, നേരത്തെ പറഞ്ഞ പോലെ പുട്ടുകുറ്റി, മുളം പുട്ടുകുറ്റിയാണത്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പുട്ടുകുറ്റി പോലെ മുളയുടെ പുട്ടുകുറ്റി. പിന്നെ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ചില ഇതിന് അധികം റേറ്റും ഒക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2000, 3000 അങ്ങനെയുള്ള പല റേറ്റുകളിലും ഇതുണ്ട്. കാരണം അത്രയും നല്ല രീതിയിലും നല്ലോണം ടൈം എടുത്തിട്ടും അത്രയും നല്ല നീറ്റായിട്ട് അവർ അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ മുള കൊണ്ടുള്ളത്. ലൈറ്റ് നമുക്ക് ഇതിൽ പിടിപ്പിക്കാം. അങ്ങനെ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കണ്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേകതരം ഹാങ്ങിങ് ബൾബില്ലേ നമ്മൾ കാണുന്നത് പോലെ മുള കൊണ്ടുള്ളത്.